ബേബി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഉണ്ടായിരുന്ന വ്യക്തി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത് വളരെയധികം നിർഭാഗ്യകരമാണ്. എന്തായാലും പാർട്ടിയുടെ മീറ്റിംഗ് യോഗം ചെയ്തിട്ടുണ്ട് നാളെ. അപ്പം അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ദുഃഖകരമാണ് എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടി ആലോചിച്ചിട്ട് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ഞാനും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് ദീർഘമായിട്ട് സംസാരിച്ചതാണ്, ഫോണിൽ സംസാരിച്ചതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം പറയാം. അതൊന്നും ഞാനിപ്പോൾ എൻ്റെ പ്രതികരണം പറഞ്ഞു. മറ്റു കാര്യങ്ങൾ പാർട്ടി ആലോചിച്ചതിന് ശേഷം നിങ്ങളോട് പറയാം. പാർട്ടി അദ്ദേഹത്തെ ഒരിക്കലും അധിക്ഷേപിക്കുകയില്ല. പാർട്ടിയുടെ ഒരു സ്വത്താണല്ലോ, പാർട്ടിയുടെ ഭാഗമാണ്. അതെല്ലാം ഇപ്പോൾ ഈ കൃത്രിമ അക്കൗണ്ടുകളെല്ലാം ഉണ്ടാക്കി, ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടാക്കി പാർട്ടിയാണ്, പാർട്ടിയുടെ ഒപ്പമുള്ളവരാണെന്നൊക്കെ പറഞ്ഞിട്ട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നതിനുള്ള സാധ്യതകളൊക്കെ എന്തായാലും അത്തരം മറ്റു കാര്യങ്ങളെ കുറിച്ച് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല. അപ്പൊ ഇത്രയാണ് പ്രതികരിക്കുന്നത്. ഈ മുതിർന്ന നേതാക്കളുടെ പേരെടുത്ത് പറയുന്നത് എളമരം കരീം, അതേപോലെ തന്നെ സജി ചെറിയാനുള്ള ആളുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് വിമർശിക്കുന്നത്. ഈ എളമരം കരീമിന്റെ റിപ്പോർട്ട് അത് തന്റെ അഭിപ്രായം പോലും, തന്റെ ഒരു പ്രതികരണം പോലും ഇല്ലാത്ത ഒരു റിപ്പോർട്ടാണ് അതിൽ വന്നത് തനിക്കെതിരായിട്ടെന്നാണ് അമ്പലപ്പുഴയിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു മുതിർന്ന എളമരം കരീം ഒരു മുതിർന്ന നേതാവാണല്ലോ. അപ്പൊ അങ്ങനെ ആളുകളുടെ പേരെടുത്ത് ഒരു മുതിർന്ന നേതാവ്, 2 തവണ മന്ത്രിയായ ഒരു നേതാവ് പറയുകയാണ് CPM-ന്റെ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ CPM-ന്റെ ശക്തി കേന്ദ്രമായ ഒരു പ്രദേശത്ത് ഇങ്ങനെ ഒരു 6 പതിറ്റാണ്ട് കാലം CPM-ന്റെ ഒരു നേതൃസ്ഥാനത്ത് ഇരുന്നൊരു നേതാവ് ഇങ്ങനെ പുറത്തു പോകേണ്ടി വന്നൊരു സാഹചര്യം, അത് CPM-നെ സംബന്ധിച്ചിടത്തോളം അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള രീതിയിലാണോ? കാരണം ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ലേ അത്? ഇതിൽ അദ്ദേഹം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അദ്ദേഹം പ്രഖ്യാപിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതികരണം. മറ്റു കാര്യങ്ങൾ പാർട്ടി സംവിധാനം ഉണ്ടല്ലോ, പാർട്ടിയുടെ കമ്മിറ്റി നാളെ കൂടുന്നുണ്ട്, അവിടെ ആലോചിച്ചതിന് ശേഷം നിങ്ങളെ അറിയിക്കുന്നു. വളരെ കരുതലോടെയുള്ള പ്രതികരണമാണ് ബേബിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സുധാകരനെ ഒരു തരത്തിലും വേദനിപ്പിക്കാതെയുള്ള പ്രതികരണമാണ് ബേബി നടത്തുന്നത്. താൻ ഫോണിൽ അദ്ദേഹവുമായി സംസാരിച്ചു എന്ന കാര്യം ബേബി പറയുന്നുണ്ട്. പാർട്ടി അദ്ദേഹത്തെ അവഹേളിച്ചിട്ടില്ല എന്നാണ് ബേബി പറയുന്നത്. ബാക്കി കാര്യങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുമെന്നുള്ള പ്രതികരണമാണ് പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.